ചെറുക്ക അന്നെ ഞാൻ സൂചി വച്ചിട്ടെന്നോട് ബാക്കി കാര്യം. എന്ത് സൂചി വേണ്ടാന്ന്? അല്ല ഞാനും പിന്നെ ആലോചിച്ചേ, ഇവൻ അങ്ങനെ വെറുതെ വിടാൻ പറ്റൂലാന്ന്. ഇവനൊരു കുത്ത ആവശ്യമാണ് ഇപ്പൊ. അതിനെന്താ ഈ നീലൊക്കെ അല്ലേ നിൽക്കണത്? ഓക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ ഫസ്റ്റ് കയറിയാല്. അല്ല നീലോ? ഏയ് നീലോ എടുത്ത് വെക്കണില്ലെങ്കിലേ ഞങ്ങളാ വെക്കണത്. ഞങ്ങൾ ഇവിടെ നിൽക്കണുണ്ടല്ലോ. ഓ ഈ ഇപ്പൊ പൊട്ടാൻ പാസായിരുന്നോ? അനക്കെന്താ നീലുനെ മാത്രമേ കണ്ടുപിടിച്ചോളൂ, എന്നൊന്നും പറ്റൂല എനിക്ക്. ഹലോ, നിങ്ങൾ എന്താണ് എന്നെ വിളിച്ചത്? ഹിപ്പപ്പൊട്ടാമസ് എന്നോ? പിന്നെ ഞാൻ എന്നെ ഹിപ്പപ്പൊട്ടാമസ് എന്നല്ലാതെ കുതിര എന്ന് വിളിച്ചാൻ പറ്റുമോ? നീ പോടി ചെകുത്താനെ അവിടുന്ന്. നീ എവിടുന്ന് കയറി വന്നതാ ഇവിടെ വന്ന് അഭിപ്രായം പറയാൻ? നിങ്ങൾ എന്താണ് എന്നെ വിളിച്ചത്? നിങ്ങൾ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? മഞ്ജരി, നീ ഒന്ന് മിണ്ടാതിരിക്ക് മഞ്ജരി. ഒന്ന് ക്ഷമിച്ചു കൊടുത്തേക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കണം പോകണോ? നിങ്ങൾ ആരെങ്കിലും ഇനി കുത്തിവെപ്പ് എടുക്കുന്നുണ്ടോ? ഉണ്ട്, ഞാനിപ്പോ കല്ലുവിനെ കൂട്ടി വരാം. ഇവള് കുറെ നേരമായാലും നോക്കി പഠിപ്പിച്ചണു. എന്തിനു നിങ്ങൾ നോക്കി പഠിപ്പിച്ചത്? ഞാൻ അടുത്ത് വന്ന് നിൽക്കാം. ധൈര്യം ഉണ്ടെങ്കിലേ എന്റെ അടുത്തേക്ക് വാ. എന്താ അടുത്തേക്ക് വന്നാലേ ഇജ്ജന്റെ മൂക്ക് കൂടെ കയറ്റന്നെ. ചേച്ചി കൊച്ചിനെ വിളിക്കൂ. എന്നാലേ എനിക്കതൊന്ന് കാണണമല്ലോ. എന്നാലേ ആദ്യം ഞങ്ങൾ തന്നെ പോകും. നടക്കും മോളെ. ഇപ്പൊ അവൾക്ക് ഫസ്റ്റ് പോണം. നേരത്തെ അവൾക്ക് നീലുവിനെ പറഞ്ഞാൽ മതി. അവളേതാന്ന് അവളെ വിചാരം? നീ ഒന്നും മിണ്ടാതിരുന്ന് നീലോ. നിനക്ക് അവളെ കുറിച്ച് എന്താ അറിയാം? മീര. വെറുതെ അല്ല അവളെ കെട്ടിയാണ് ഓളിട്ടിട്ട് പോയത്. കൊച്ചിന്റെ പേര് അച്ഛന്റെ പേരില്ലാതെ അമ്മയുടെ പേര് മതിയോ? അയ്യോ ഒന്ന് പതുക്കെ പറയൂ. അവൾ കേട്ടാകെ പ്രശ്നമാവും. കേക്കട്ടെ, ഓള് കേക്കാൻ തന്നെ ഞാൻ പറഞ്ഞതേ. പിന്നെ വെറുതെ സ്വകാര്യം പറയേണ്ട ആവശ്യം എന്താ എനിക്ക്? വനജ. ഓക്കേ, അങ്ങോട്ട് നീങ്ങി നിന്നോളൂ കേട്ടോ. മമ്മി എന്തിനാ മമ്മി എന്നെ വേദനിപ്പിക്കണേ? ഞാൻ മമ്മിയുടെ മോളല്ലേ. അയ്യോ മോളു, അങ്ങനെ പറഞ്ഞൂടാ. അതാണ്ടോ അവിടെ നിൽക്കണ ആ സ്ത്രീ. അവരുടെ മുന്നിൽ നമുക്ക് വീട്ടിലെത്തണം. മോളെ ചെല്ല്, അവര് വിളിക്കണ കേട്ടില്ലേ? മോളു, ആ സ്ത്രീ കേൾക്കും. നീ വെറുതെ നാണം കെടുത്തരുത്. കൊടുത്തോളൂ. പിന്നെ പനി ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇഞ്ചക്ഷൻ എടുത്തവിടെ തിരുമ്പുവോ മറ്റോ ചെയ്യരുത്. ചൂടുള്ള തുണി വെച്ചുകൊടുക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് അതങ്ങനെ വേദനയൊന്നും ഉണ്ടാവില്ല. പോട്ടടി പിത്തക്കായി. ഇതാ പെണ്ണെ, ഒറ്റ നാങ്ങി ഓങ്ങി വീശി കണ്ട് തന്നാക്കണ. ഓള അഹങ്കാരം ഇന്നോടാ ഓള് കാട്ടുന്നത്. ഏയ് അവിടെ തല്ലുകൂടി നിൽക്കാതെ അടുത്താൾ ഇങ്ങോട്ട് വരൂ. ചെറുക്ക ഇവിടെ വന്നാ ഒരു സൂചി വെച്ചിട്ട് വേഗം പോകാം. ചെക്ക എന്റെ കയ്യിൽ നിന്ന് കിട്ടൂട്ടോ. കുട്ടികൾ ഇങ്ങനെ അറിയാൻ പറ്റുമോ?
ട്ടോ, ഇപ്പൊ കഴിയും. കല്ലുവിനെ മെല്ലെ കുത്തിയാ മതി. കല്ലുവിനെ വേദനിക്കും. മോളെ കുത്തുന്നുണ്ടേ, മോളെ പിടിച്ചേക്കണേ. അതെ അതെ, ചിലപ്പോഴേ അവിടെ പെട്ടെന്ന് തട്ടിമാറ്റാൻ സാധ്യതയുണ്ട്. കല്ലുമോളെ വേദനിക്കില്ലാട്ടോ. കണ്ടോ, കഴിഞ്ഞു. ഇപ്പൊ വേദനിച്ച ഇല്ലല്ലോ. കല്ലിന് പേടി. അതിന് കഴിഞ്ഞല്ലോ, ഇനി എന്തിനാ പേടിക്കണേ? കഴിഞ്ഞു മോളെ, ഇനി മോൾ ഇങ്ങോട്ട് ഇറങ്ങി വാ. ദേ പൊട്ടാ, പോയി കുത്തു പഠിക്കടാ. നീ പൊടി പാർപ്പൊട്ടി. അവൾ പാറക്കുട്ടിയെ അന്വേഷിച്ച് പോകുന്ന പോക്കാണെന്ന് തോന്നുന്നു. ഇവൾക്കിത്തിരി പണി കൊടുത്താലോ? മമ്മി, മമ്മി, എന്ത് പറ്റി മണിമോളെ? എന്തിനാ ഒച്ച ഉണ്ടാക്കിയേ? അത് ശരി, എനിക്കെന്റെ മമ്മിയെ വിളിക്കാനും പറ്റില്ലേ? എന്ത് പറ്റി മോളു? എന്തിനാ മമ്മിയെ വിളിച്ചേ? അവളെന്താ അവിടെ വായും വിളിച്ച് നിൽക്കണേ? അവളെന്റെ മോളൊന്നും എന്തെങ്കിലും ചെയ്തോ? ഞാനോ? ഏയ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. മമ്മി, എനിക്ക് നല്ലൊരു ജ്യൂസ് കുടിക്കണം മമ്മി. ഓഹോ, അത്രേ ഉള്ളോ? അതെന്താ അവളോട് പറഞ്ഞാ പോരെ? എന്റെ മോളൊന്ന് നല്ലൊരു ജ്യൂസ് കൊടുത്തു കൊടുക്കടി. ഇപ്പൊ കൊണ്ടുവന്ന് കൊടുക്ക ചെറിയമ്മേ. അതിനെന്തിനാടി നിനക്ക് എന്നോട് ഇത്രക്ക് ബഹുമാനം? ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കാ? ഞാൻ നിന്നെ ഈ വീട്ടിലിട്ടിട്ട് ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടെന്നല്ലേ? ഇല്ല ചെറിയമ്മേ, ഞാൻ അങ്ങനെയൊന്നും ആരോടും പറഞ്ഞു കൊടുക്കാറില്ല. എന്തിനാണ് നീ പറഞ്ഞു കൊടുക്കുന്നേ? നിന്റെ മുഖഭാഗം ശ്രദ്ധിച്ചാലറിയാലോ, നീ പേടിച്ച് പേടിച്ചാ എന്റെ അടുത്ത് വന്ന് നിൽക്കുന്നേന്ന്. ഞാൻ ജ്യൂസ് ഉണ്ടാക്കി നീ കൊണ്ടുവന്നേരെ ചെറിയമ്മേ. മണിമോളെ, നിനക്ക് എന്ത് ജ്യൂസാണ് വേണ്ടത്? പൈനാപ്പിൾ ജ്യൂസ് പറയാം. അതാവുമ്പോ അതിന്റെ തൊലിയൊക്കെ ചെത്തിക്കളയാൻ നല്ല സമയമെടുക്കും. അപ്പൊ ഇവൾക്ക് പാറക്കുട്ടിയുടെ അടുത്ത് പോക്ക് മുടങ്ങും. എന്ത് ജ്യൂസാ വേണ്ടേ? എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് മതി. ഏതായാലും ഉണ്ടാക്കുമല്ലേ, എനിക്ക് ഒരു ഗ്ലാസ് കൂടി ഉണ്ടാക്കിക്കോ. മമ്മി, 2 ഗ്ലാസ് മാത്രം ഉണ്ടാക്കിയാൽ മതി പറ. ഒരുപാട് ഉണ്ടാക്കിയിട്ടേ അല്ലെങ്കിൽ വെറുതെ കളയേണ്ടി വരും. കേട്ടില്ലടി എന്റെ മോള് പറഞ്ഞത്? കേട്ടു ചെറിയമ്മേ. എന്നാ പെട്ടെന്ന് കൊണ്ടുവാ. മമ്മി, അവളെ ആ പാറക്കുട്ടിയുടെ അടുത്ത് പോകാനുള്ള പരിപാടിയായിരുന്നു തോന്നുന്നു. അത് മുടക്കാൻ വേണ്ടിട്ടാ ഞാൻ എനിക്ക് ജ്യൂസ് വേണം പറഞ്ഞത്. അല്ലെങ്കിലും എന്റെ മോള് ബുദ്ധിമതിയല്ലേ. മമ്മി, ആ മുത്തശ്ശേരി ഇല്ലാത്തോണ്ടാ ഇതൊക്കെ നടക്കുന്നേ. ആ മുത്തശ്ശേരി ഇനി എപ്പോഴാ വരികയാണാവോ? അല്ല മമ്മി, ഡുണ്ടുമോൾ എന്താ വരാത്തേ? ആ, ഡുണ്ടുമോളല്ലേ? അവള് ഇന്നും നാളേക്കായിട്ട് വരുന്നാ പറഞ്ഞത്. ഇത്ര ദിവസമായി, എനിക്കാണെങ്കിൽ അവളെ കാണാൻ കൊതിയായി. വരും മോളെ. ചെറിയമ്മേ, പൈനാപ്പിൾ അവിടെ ഇല്ല ചെറിയമ്മേ. മണിമോളെ, ആപ്പിൾ ഉണ്ട്. ആപ്പിൾ ജ്യൂസ് മതിയോ? മമ്മി, എനിക്കിപ്പോ പൈനാപ്പിൾ ജ്യൂസ് മതി. ആപ്പിൾ ജ്യൂസ് വേണ്ട. അതിന് പൈനാപ്പിൾ ഇവിടെ കൊണ്ടുവന്നതില്ല. മോള് പറയുന്നത് കേട്ടില്ലേടി? പോയി വാങ്ങിട്ട് വാടി കടയിൽ പോയിട്ട്. ചെറിയമ്മ, ഞാനിപ്പോ എന്താടി തനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യേ? അല്ലെങ്കിൽ ഞാനും കൂടെ വരാം. കുറച്ചുകൂടെ സാധനങ്ങൾ കൂടുതൽ വാങ്ങാനുണ്ട്. അതൊക്കെ ഏറ്റാനും പിടിക്കാനും നീ ഉണ്ടാവുമല്ലോ. വേണ്ട ചെറിയമ്മേ, ഞാൻ ഒറ്റയ്ക്ക് പോയി വേഗം വാങ്ങി വന്നോളാം. മമ്മി കൂടെ പോയിക്കോ. അതെന്താ, അവൾക്ക് മമ്മി കൂടെ പോയാലേ